അധ്യാത്മരാമായണത്തിൽ ഹനുമാനുള്ള തത്വോപദേശത്തിൽ തത് സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം എന്നും ചില പുസ്തകങ്ങളിൽ മൂഢജനം എന്നും കാണുന്നു. ഈ രണ്ട് വ്യാഖ്യാനവും ശരിയാണോ, അല്ലെങ്കിൽ ഏതാണ് ശരിയായ ശരി എന്ന് പറയാമോ? നല്ലൊരു പ്രയോഗം അത്. ശരിയായ ശരി, നല്ലൊരു പ്രയോഗം അല്ലേ? വളരെ സുന്ദരമായ ഭാഷാപ്രയോഗമാണ്. സന്തോഷം. നോക്കൂ, ഇവിടെ എഴുത്തച്ഛൻ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്കറിയില്ല. ഈ രണ്ട് പാഠമുണ്ട്. തത് സാന്നിധ്യം കൊണ്ട്, ആ പുരുഷന്റെ സാന്നിധ്യം കൊണ്ട്. ഇവിടെ പുരുഷനെ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീരാമനാണ്. ശ്രീരാമ സാന്നിധ്യം കൊണ്ട്, അഥവാ പുരുഷ സാന്നിധ്യം കൊണ്ട്, പരമാത്മ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം, എന്നാൽ മായയാൽ അഥവാ പ്രകൃതിയാൽ എല്ലാം സൃഷ്ടമാകും. ഈ സമ്പൂർണ്ണ സ്ഥാവര ജംഗമാത്മകമാകുന്ന പ്രപഞ്ചവും സൃഷ്ടമാകും. ഇതാണ് സത്യം. എന്നാൽ തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. എന്നാൽ ഈ സൃഷ്ടിയുടെ മുഴുവൻ മൂലമായിട്ട് അവനാണ് കാരണം. വാസ്തവത്തിൽ പുരുഷൻ ഒന്നും ചെയ്യുന്നില്ല, കേവലം പ്രകൃതിയാകുന്ന ഞാനാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നതായ വിക്രിയകളെ പുരുഷനിലേക്ക് അധ്യാരോപിക്കുന്നു. ആര്? മൂഢജനം, മൂഢന്മാര്, പാരമാർത്ഥിക തത്വം അറിയാത്തവര് എന്നൊരു പാഠം. മറ്റൊരു പാഠം ബുധജനം, വിവേകികളായവര്. കാരണം ആത്മസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായി അന്യമായി പ്രകൃതിക്ക് നിലനിൽപ്പില്ല. അപ്പൊ പ്രകൃതി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്നാണ് സൃഷ്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാത്മാവാണ് സൃഷ്ടിക്കുന്നതെന്ന് ബുധജനം പറയുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കണം. ഒന്ന്, പ്രകൃതി പുരുഷ വിവേകാത്മകമായ സാഖ്യദർശനത്തിനനുസരിച്ച് പറഞ്ഞാൽ അവിടെ യോജിക്കുക മൂഢജനം എന്നുള്ള പദപ്രയോഗമാണ്. എന്നാൽ വേദാന്ത തത്വചിന്തയ്ക്ക് അനുസരിച്ച് പറഞ്ഞാൽ ബുധജനം എന്നുള്ളതാണ് യോജിക്കുക. രണ്ടിനെയും ചിന്താപദ്ധതിയുടെ വ്യത്യാസം മനസ്സിലാക്കണം. പ്രകൃതി പുരുഷൻ എന്ന് രണ്ട് സത്യങ്ങളേ ഉള്ളൂ, മൂന്നാമതൊന്നില്ല. പ്രകൃതിയാണ് സർവത്തിൻ്റെയും സൃഷ്ടിക്ക് ഹേതുഭൂതയായത്. പുരുഷൻ സൃഷ്ടിക്കുന്നില്ല. പുരുഷൻ സർവസാക്ഷിയാണ്. അപ്പൊ സർവസാക്ഷിയായ പുരുഷനിലേക്ക് പ്രകൃതിയുടെ ചേഷ്ടകളെ അജ്ഞാനം കൊണ്ട് അധ്യാരോപിക്കുന്നു എന്നാണ് സാഖ്യം. ആ സാഖ്യപക്ഷം അനുസരിച്ച് മൂഢജനം എന്നുള്ളതാണ് ശരി. എന്നാൽ വേദാന്തപക്ഷം അനുസരിച്ച് പ്രകൃതി പുരുഷന്റെ പരമാത്മാവിന്റെ അനന്യയും അഭിന്നയുമായ ശക്തിയാണ്. പരമാത്മാവിൽ നിന്ന് ഭിന്നമായി പ്രകൃതിക്ക് അസ്തിത്വമില്ല. അതുകൊണ്ട് പ്രകൃതിയാൽ ചെയ്യപ്പെടുന്നത് പരമാർത്ഥത്തിൽ ആരാൽ ചെയ്യപ്പെടുന്നതാണ്? പുരുഷനാൽ ചെയ്യപ്പെടുന്നതാണ്, പരമാത്മാവിനാൽ ചെയ്യപ്പെടുന്നതാണ് എന്ന് വിവേകികൾ അറിയുന്നു. അതുകൊണ്ട് രണ്ടും ശരിയാണ്. ഒന്ന് സാഖ്യപക്ഷമാണ്, മറ്റൊന്ന് വേദാന്ത പക്ഷമാണ്. ഇതിലേതാണ് അവിടെ നമുക്ക് പറയാൻ വയ്യ. അതുകൊണ്ട് രണ്ടും എടുത്തോളൂ. നമ്മുടെ പുസ്തകത്തിൽ മൂഢജനം എന്നാണെങ്കിൽ ബുധജനം എന്ന് പാഠമുണ്ടെന്ന് മനസ്സിലാക്കുക. ബുധജനം എന്നാണ് നമ്മുടേതെങ്കിൽ മൂഢജനം എന്ന് പാഠമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പാഠഭേദങ്ങളായിട്ട് അംഗീകരിക്കുക.